ഈശോയിൽ സ്നേഹമുള്ളവരെ, കുരിശടയാളം വരച്ചു പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളും ഇനി ഇപ്രകാരം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. വിശ്വസിക്കാനാവാത്ത മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതേക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ ഞാൻ ഇന്നൊന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞോട്ടെ. ഇത് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് തോന്നി. ഇന്ന് രാവിലെ നടന്ന സംഭവമാണ്. 1000 മണി ജപമാലയെക്കുറിച്ചാണ്. 1000 മണി ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ പുത്രനോട് പറഞ്ഞു പ്രവർത്തിച്ച ഒരു അത്ഭുതമാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത്, അവൾ കഴിഞ്ഞ 9 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് എല്ലാ വർഷവും ഹോളിഡേ പേയ്മെൻ്റ് ആയിട്ട് നല്ലൊരു തുക ലഭിക്കാറുണ്ട്. ഈ വർഷവും അത് കിട്ടേണ്ട സമയമായിട്ടും കിട്ടിയില്ല. സാധാരണ കഴിഞ്ഞ 8 വർഷവും നിയമപരമായിട്ടുള്ള തുക അവൾക്ക് ലഭിച്ചിട്ടില്ല. എപ്പോഴും കുറേ എമൗണ്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് അവൾക്ക് കിട്ടാറുള്ളത്. അതിൽ ആ കുട്ടിക്ക് നല്ല സങ്കടവും ഉണ്ടായിരുന്നു. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എല്ലാവരെ പോലെ ഞാനും ജോലി ചെയ്യുന്നു, അർഹമായത് എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്നോർത്ത് പലപ്പോഴും അവൾ സങ്കടപ്പെട്ടിരുന്നു. കുറച്ച് ദിവസം മുമ്പ് അവൾ ഈ കാര്യം എന്നോട് ഷെയർ ചെയ്തു. പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. ഞാൻ അവൾക്കായിട്ട് 1000 മണി ജപമാല ചൊല്ലി കാഴ്ചവെച്ചു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ ഇനി ധൈര്യമായിട്ട് ആ സെക്രട്ടറിക്ക് ഒരു മെസ്സേജ് അയക്കുന്നതിന് മുമ്പായി ആ സെക്രട്ടറിയുടെ പ്രൊഫൈൽ എടുത്ത് പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം ഉരുവിട്ട് കുരിശടയാളം വരച്ചിട്ട് ആ മെസ്സേജ് നീ അങ്ങ് സെൻഡ് ചെയ്യാൻ പറഞ്ഞു. അവൾ അപ്രകാരം ചെയ്തു. ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാൽക്കുലേഷൻ പേപ്പർ അവർ അവളുടെ വാട്സപ്പിലേക്ക് അയച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ അവൾ ഞെട്ടിപ്പോയി. ഒന്നും വെട്ടിക്കുറയ്ക്കാതെ നിയമപരമായി കിട്ടേണ്ട തുകയിൽ നിന്ന് കൂടുതലാണ് അവൾക്കായിട്ട് എഴുതി അയച്ചിരിക്കുന്നത്. സാധാരണ ആർക്കും അങ്ങനെ കിട്ടാറില്ല. ഇതവൾക്ക് വലിയൊരു അത്ഭുതമായി. അവൾ ആ പേപ്പർ എനിക്ക് അയച്ചപ്പോൾ പരിശുദ്ധ അമ്മയെ ഓടിപ്പോയിന്ന് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കാനാണ് എനിക്ക് തോന്നിയത്. 8 വർഷത്തെ അവളുടെ കണ്ണുനീരിന് അമ്മ എത്ര പെട്ടെന്നാണ് ഉത്തരം നൽകിയതെന്ന് കണ്ടോ. 1000 മണി ജപമാല ചൊല്ലി നിങ്ങൾ എന്തമ്മയോട് ചോദിച്ചാലും അമ്മ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പലപ്പോഴും ഉറപ്പ് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പറയാനാണെങ്കിലും ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് 1000 മണി ജപമാല ചൊല്ലാൻ. എനിക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നാറില്ല. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്കതിന് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. സങ്കട നിമിഷങ്ങളിൽ ആ പ്രയാസത്തെ അമ്മയുടെ കരങ്ങളിലേക്കൊന്ന് ഭരമേൽപ്പിച്ച് നിങ്ങൾ ഒരു ജപമാലയെങ്കിലും ചൊല്ലിയൊന്ന് കാഴ്ചവെക്കാമോ? അമ്മ ആ നിലവിൽ കേൾക്കാതിരിക്കില്ല. നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കാൻ സ്വർഗത്തിൽ ഇത്രയും സ്നേഹമുള്ള ഒരമ്മയുള്ളപ്പോൾ നമ്മൾ പിന്നെ എന്തിനാന്നേ ഇങ്ങനെ പലതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുന്നത്? ഈ 1000 മണി ജപമാല എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ടൊക്കെയാണോ ചൊല്ലേണ്ടതെന്ന്? ശരിക്കും അത് ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലുന്നതാണ് ഏറ്റവും അനുഗ്രഹപ്രദം. ഇനി അതിന് പറ്റാത്തവരുണ്ടെങ്കിൽ 2 ദിവസമൊക്കെ എടുത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ഇത് ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കേട്ടാൽ മതി കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിരിക്കാം. ഇനി വിശുദ്ധ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. ശ്രദ്ധാപൂർവം അർത്ഥമറിഞ്ഞ് കുരിശിനെ ധ്യാനിച്ചാൽ നമുക്കത് വലിയ സംരക്ഷണമായിരിക്കും. ഉണരുമ്പോൾ കുരിശ് വരച്ചുകൊണ്ട് തുടങ്ങുന്ന നമ്മുടെ ഒരു ദിവസം ഉറങ്ങുമ്പോൾ കുരിശ് വരച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്, അല്ലേ? വിശുദ്ധരൊക്കെ കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നത് നമ്മളൊന്ന് കേൾക്കണം. കർത്താവേ, അങ്ങയുടെ കുരിശ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവയാണ്, എല്ലാ വരങ്ങളുടെയും കാരണമാണ്. അതുവഴി വിശ്വാസികൾ ബലഹീനതയിൽ ശക്തിയും ലജ്ജയിൽ മഹത്വവും മരണത്തിൽ നിന്ന് ജീവനും കണ്ടെത്തുന്നു. ഇത് പറഞ്ഞത് ആരാണെന്നോ? വിശുദ്ധ ലേയോയാണ്. അതുപോലെ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സന്യാസ സഭയിൽ പലരും വന്നു ചേർന്ന് ശിഷ്യന്മാരായി. അദ്ദേഹത്തിൻ്റെ നിയമത്തിൻ്റെ കാർക്കശ്യം ചില ശിഷ്യന്മാർക്ക് അസഹനീയമായി തോന്നുകയും അവർ അദ്ദേഹത്തെ ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹത്തിന് കൊടുത്ത ഭക്ഷണത്തിൽ വിഷം കലർത്തുകയും ചെയ്തു. ബെനഡിക്റ്റ് എന്ത് ചെയ്തെന്നോ? ആ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായി വിശുദ്ധൻ കുരിശടയാളത്താൽ ആ ഭക്ഷണ പദാർത്ഥത്തെ ആശീർവദിച്ചപ്പോൾ ആ പാത്രം പൊട്ടിച്ചിതറിപ്പോയെന്നാണ് ചരിത്രം പറയുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വായിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ എപ്പോൾ എന്തു ഭക്ഷണം കഴിച്ചാലും, ഈവൻ ഒരു വെള്ളം കുടിച്ചാൽ പോലും ആ ബോട്ടിലിൽ പോലും ഞാനൊരു കുരിശടയാളം വരച്ചിട്ടാണ് കഴിക്കാറുള്ളൂ, കുടിക്കാറുള്ളൂ.
ഇപ്പോൾ ഇതെനിക്കൊരു ശീലമായി കേട്ടോ. ഫുഡ് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പേഷ്യൻസിന് ടാബ്ലറ്റ് കൊടുക്കുമ്പോഴും കുരിശ് വരച്ചിട്ടാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഞാൻ അപ്രകാരം ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ അവരിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയിൽ ഉറക്കമില്ലാത്ത രോഗികൾക്ക് കിടക്കുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ സാധാരണ ഉറക്ക ഗുളികകൾ കൊടുക്കാറുണ്ട്. അത് കഴിച്ചാലും ചില രോഗികളൊന്നും ഉറങ്ങില്ല. അവരിങ്ങനെ എഴുന്നേറ്റ് നടക്കും രാത്രിയിലൊക്കെ. അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കുന്നവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ആ ഗുളിക കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരിശുദ്ധൻ 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 എന്നൊരു 3 പ്രാവശ്യം ഉരുവിട്ട് ഒരു കുരിശടയാളം വരച്ചിട്ട് അവർക്ക് ആ ഗുളിക കൊടുക്കൂ. അവർ സുഖമായി കിടന്നുറങ്ങും, നിങ്ങളുടെ ജോലിയും കുറയും. പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പോലും കുരിശടയാളം വരച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കൂ. വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാനായിട്ട് പറ്റും. ഇതൊക്കെ എൻ്റെ ഒരു കുഞ്ഞ് വിശ്വാസത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഞാനൊരു സംഭവം പറയാവേ. ഒരിക്കൽ ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ചേർന്നൊരു ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് പോയി. അവിടെ പോയി ഫുഡ് കഴിച്ച് തിരിച്ചു വരുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ലൂസ് മോഷൻ. എനിക്ക് മാത്രം ഒരു കുഴപ്പവുമില്ല. താമസിയാതെ ഞാൻ നോക്കുമ്പോൾ ഞങ്ങളുടെ കസിൻസ് എല്ലാം എൻ്റെ അമ്മയെ വിളിക്കാൻ തുടങ്ങി. അവർക്കെല്ലാം ഇതേ പ്രോബ്ലം തന്നെ. അവരും ഇതറിയാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാം വിളിക്കുന്നത്. അന്നത്തെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്ത ഒട്ടുമിക്ക ആളുകൾക്കും വയറിളക്കം പിടിച്ചു. എനിക്ക് മാത്രം ഒരു കുഴപ്പവുമില്ല. അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ കഴിച്ച അതേ ഭക്ഷണമാണ് ഞാനും കഴിച്ചത്. പക്ഷേ ഞാൻ കഴിക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണത്തിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് ഞാനത് കഴിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്നും ഏൽക്കാതിരുന്നത്. ഇത് ഒരനുഭവം മാത്രമല്ല കേട്ടോ. ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥലത്തും ഇതുപോലുള്ള അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് മാത്രം എന്താ ഒരു കുഴപ്പവുമില്ലാത്ത എന്ത് കഴിച്ചാലും എന്ന്. അതിൻ്റെ പിന്നിൽ ഈ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാനിത് ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് എനിക്കത് ശീലമായി. ഞാൻ എപ്പോൾ ഭക്ഷണം കഴിച്ചാലും കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഇപ്രകാരം നമ്മൾ കുരിശടയാളം വരച്ച് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം നമുക്ക് ലഭിക്കുന്നതായിട്ട് മനസ്സിലാകും. ഇത് ഈ ഒരു കാര്യത്തിലല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് യാത്ര ചെയ്യുന്ന ആ വാഹനത്തെ കുരിശടയാളം വരച്ചൊന്ന് മുദ്രണം ചെയ്തിട്ട് നിങ്ങൾ യാത്ര ആരംഭിക്കൂ. അതുപോലെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അവരുടെ നെറ്റിയിലും അവരുടെ ബാഗിലൊക്കെ ഒരു കുരിശടയാളം വരച്ച് അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കൂ. ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണം അവർക്ക് പ്രത്യേകമായിട്ട് ലഭിക്കും. ആപത്തുകൾ, അപകടങ്ങൾ, മാറാവ്യാധികൾ, തീരാ രോഗങ്ങളെല്ലാം മാറിപ്പോകും. കുരിശ് വരയ്ക്കുന്ന കാര്യത്തിൽ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കുരിശടയാളം നിങ്ങളുടെ വിമോചനത്തിൻ്റെ അടയാളമാണ്. അത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ മോചനദ്രവ്യമായി എന്താണ് നൽകിയതെന്ന് ഓർമ്മിക്കുക. അപ്പോൾ നിങ്ങൾ മറ്റാരുടെയും അടിമയാവുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് മാത്രമല്ല, വിശ്വാസം കൊണ്ടും കുരിശ് വരയ്ക്കുക. നിങ്ങളുടെ നെറ്റിയിൽ കുരിശടയാളം പതിച്ചാൽ അശുദ്ധാരൂപികൾക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കാൻ ധൈര്യമുണ്ടാവുകയില്ല. തന്നെ മുറിവേൽപ്പിച്ച ആയുധവും തനിക്ക് മരണശിക്ഷ വിധിച്ച വാളും പിശാച് ആ കുരിശിൽ കാണുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ക്രിസോസ്റ്റം വീണ്ടും ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, കുരിശടയാളം വരയ്ക്കുമ്പോൾ കുരിശിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഓർമ്മിക്കുക. നിങ്ങളുടെ നെറ്റിയിലും നെഞ്ചും ഓരോ അവയവും കുരിശിനാല് മുദ്രകുത്തുമ്പോൾ നിങ്ങളെ തന്നെ ക്രിസ്തുവിൻ്റെ ദാസനും ദാസിയുമായി സമർപ്പിക്കണം. ഹൃദയവും മനസ്സും പങ്കുചേരാതെ കൈകൊണ്ട് മാത്രമുള്ള കുരിശുവര അർത്ഥരഹിതമാണെന്ന് ഓർക്കണം. ഇനി വിശുദ്ധ അപ്രേമിൻ്റെ ഒരു കീർത്തനത്തിൽ അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത്, നല്ലവനായ ഈശോയെ, നിന്റെ സ്ലീവായെ കണ്ട് ആരെങ്കിലും നീ മനുഷ്യനല്ല എന്ന വസ്തുതയെ സംശയിക്കുമോ? നിന്റെ ശക്തി കണ്ട് ആരെങ്കിലും നീ ദൈവമാണെന്ന് വിശ്വസിക്കാതിരിക്കുമോ? നിന്റെ കുരിശും ശക്തിയും കണ്ട് നീ ദൈവവും മനുഷ്യനുമാണെന്ന് ഏറ്റുപറയാൻ ഞാൻ പഠിച്ചിരിക്കുന്നു. വിശുദ്ധരുടെ ഈ വാക്കുകൾ സ്വീകരിച്ച് വിശുദ്ധ കുരിശിൽ അഭയം തേടി ജീവിതത്തെ നയിക്കാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.